അല്ലാ വയ്യ. എന്താ സുഖം, ഇങ്ങനെ കിടന്നാൽ പോരെ. ഇലക്ട്രിസിറ്റി ബില്ല് നോക്കണ്ട, വീട്ടിൽ ചിലവിൻ്റെ കാര്യം നോക്കണ്ട, നല്ല സുഖത്തിൽ ഇങ്ങനെ കുത്തിരിക്കുക. നിങ്ങളെ മാറ്റ മനസ്സമാധാനം ഞമ്മക്കില്ലല്ലോ. പൊല്ലാപ്പ് കേട്ടിട്ട് മൂപ്പര് ബോധം കെട്ടാണോ? അല്ല, മൂപ്പർക്ക് ഇപ്രാവശ്യം ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ട് ബോധം കെട്ട് വീണോ ഇതാന്ന് തോന്നുന്നു. ഇന്നലെ പണിയില്ല, ഇന്ന പണിയില്ല. ആ, അതാണ് ഇവിടെ വന്ന് ഉറങ്ങിട്ട് പോവാന്ന്. ഇന്നലെയും പണിയില്ല, ഒന്നും പണിയില്ല. നാളെ ഉണ്ടോ? നാളെ ഉണ്ടെങ്കിൽ ആർക്കറിയോ, എല്ലാവർക്കും അറിയോ. ആർക്കും ഇതിൻ്റെ മുകളിൽ അറിയണ്ടോ പണിയറിന്? കുത്തിരിക്കുക, ഇവിടെ ഇരിക്കേ, കുറച്ച് കാറ്റുള്ളത് കൂടി ഇരിക്കേ ഇരിക്കേ. എരുന്തോ? എരുന്ത് എവിടെ ഉണ്ട്? എന്ത് എരുന്ത് എന്ത് 28? 10:28. അതിനെ കൊണ്ട് എന്താ 11 വേറെ പണിണ്ടാ? കുത്തിരിക്കേ, കുറച്ച് വർത്താനം പറഞ്ഞ് പോവാന്ന്. നല്ല കാലാവസ്ഥ അല്ലേ ഇവിടെ? നല്ല കാലാവസ്ഥ. നമ്മള് വന്ന് അരമണിക്കൂർ കാട്ടുകൊള്ളു, റെസ്റ്റ് എടുത്തിട്ട് പോവാ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ്. അങ്ങനെ മൊത്തം റെസ്റ്റ് തന്നെ. അപ്പൊ പണിയില്ല. പണിയില്ല, അതാണ് പ്രശ്നം. തമിഴ്നാട്. തമിഴ്നാട്. എന്ത് പണിയാ ചെയ്യല്? എന്താ പണി? കളക്കീറും, കുഴിക്കും. കള കീറും, കുഴി ഇപ്പൊ തൽക്കാലം കുഴിക്കേണ്ട പോനെ. ഞമ്മക്കിപ്പോ മയ്യത്താവുമ്പം പറയണ്ട്. കളക്കീറും, കുഴി കുഴിക്കും. പിന്നെ പറമ്പ് മണ്ണെടുത്തോണ്ടാവും. ഞാൻ മണ്ണുള്ളത് കൊണ്ടോണ്ട, ഉള്ള മണ്ണൊക്കെ അടുത്തിട്ട് നോട്ടെ. എന്താ ഇപ്പൊ പരിപാടി? ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചൂടാണ്ട് ഇപ്പൊ, ഡിഗ്രി കൂടി കൂടി വരികയല്ലേ. കറണ്ട് ബില്ല് എത്രങ്ങാനാ വന്നത്? കറണ്ട് ബില്ല് ഒന്നും പറയണ്ട മോനെ, ഒരു ഫാന് പോലും ഇടാൻ വയ്യ. ഇനിയിപ്പോ AC കുത്തിരിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലിന്റെ കാര്യം ആലോചിച്ചിട്ട് ചൂട് എടുക്കാം. അതിലും തണുക്കണില്ല. അതിലും തണുക്കില്ലടോ. അപ്പൊ വീട്ടിൽ AC ഒക്കെ ഉണ്ട് അല്ലേ? അത് ശരി. എന്നിട്ട് അവിടെ വന്ന് കുത്തിരിക്കുന്നില്ലേ? ഇതന്നെ സുഖം. സുഖം മഴ ചെയ്താ സുഖമൊക്കെ നിൽക്കൂട്ടോ, പിന്നെ നിങ്ങൾ സുഖം ഉണ്ടാവൂല. അല്ല, എന്തായാലും ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് ഈ വോട്ട്? ഒന്നും പറയണ്ട മോനെ. വോട്ട് ചെയ്യാൻ നേരത്തെ എന്താണ് ഈ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് പാർട്ടീൻ്റെ ആൾക്കാർക്ക് എല്ലാവരും വെള്ളക്കുപ്പായിട്ട് എൻ്റെ വീടിൻ്റെ ഒരാൾ പോവുക, വേറെ ആൾ വരിക. എന്തൊക്കെ പോക്കർക്കാ, സുഖമല്ലേ, ചായ കുടിച്ചോ, ചോറുണ്ടോ, എന്തൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോദിക്കല്ല. അതല്ല, മുമ്പ് കണ്ട പോലെ മുൻപ് കണ്ടിട്ടുണ്ടോ? ഏത് പുറത്തുനിന്ന് പൂച്ചേനെ പിടിച്ച് മൂത്തിട്ടായിട്ട് മുഖാക്കല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളൂ, കുറച്ച് കഴിഞ്ഞ് വരും, നേരമില്ല എന്നാല്. ഇലക്ഷൻ അടുപ്പിച്ച് വന്നപ്പോൾ എന്താണ് നമ്മളെടുത്ത് ഇങ്ങനെ എയർ ഇന്ത്യൻ്റെ എംബ്ലമാതിരി ഇങ്ങനെ നിൽക്കുക. ഇനി കാണും, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ട് അറിഞ്ഞോ? എന്തേ? ഇലക്ഷൻ തുടങ്ങണേക്കാട്ട് മുന്നേ തന്നെ പോലീസുകാരെ കയ്യാട്ടല്. അതെന്തിനാ? ഞാനും സൈനിയും കൂടി ഒരു ദിവസം, ഞാൻ മൂത്ത മോൻ്റെ ഒരു വയനാട്ടിലേക്ക് പോണ വഴിക്ക് ഇവർ പോലീസുകാർ കൈ കാണിച്ച് ഇതിലെന്തെങ്കിലും ഉണ്ടോന്നാണ്. അത് പൈസ കടത്തുന്ന പരിപാടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇതിലെന്തെങ്കിലും ഉണ്ടോ, ഒന്ന് ഞാനുണ്ട്, ഒന്ന് എൻ്റെ മോണ്ട്, ഒന്ന് എൻ്റെ കെട്ടിയോളും ഉണ്ടെന്ന്. അതല്ലാന്ന് പൈസന്റെ കാര്യമാണോ അവര് ചോദിക്കണേ? എന്ത് പൈസ? ആരെടുത്ത് പൈസ? ഇലക്ഷൻ ആകുമ്പം ഫണ്ട് ഇറങ്ങല്ലോ പല ഭാഗത്തുനിന്നും, കള്ളപ്പണക്കാരെല്ലാം ഇറങ്ങാം. അത് തടയാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയാ. എന്തായാലും എവിടെ നോക്കിയാലും നമുക്ക് നൊമ്പിരായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ കള്ളപ്പണം കടത്തണം, അതൊന്നും പിടിക്കാൻ ഇല്ല. അതൊന്നും ഇലക്ഷൻ ആ സമയത്തെ കള്ളപ്പണം. അത് ശരി. ഇവരെ ഈ ഇലക്ഷൻ സമയത്ത് കാണിക്കുന്ന ലോഗി ഉണ്ടല്ലോ, അതന്നെയാണ് ഏറ്റവും വലിയ ഇവരെ ഇത് അഭിനയം. സിനിമാ നടന്മാർക്കൊന്നും ഇത്രത്തോളം അഭിനയിക്കാൻ അറിയില്ല. ഈ രാഷ്ട്രീയക്കാരുടെ അഭിനയം കിട്ടുകയാണ് ശരിക്കും ഓസ്കാർ കൊടുക്കണം. അല്ല, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ നല്ല ചൂടില്ലായിരുന്നോ? ഇലക്ഷന്റെ ചൂടല്ലേ, അല്ലാണ്ട് തന്നെ നല്ല ചൂടായല്ലോ. നല്ല വെയിലത്തല്ല ആളുകൾ. ഇന്നെ കൊണ്ടുപോയത് നല്ല വണ്ടിയിലല്ലോ, ഒരു കാറിൽ കൊണ്ട് AC വണ്ടിയിൽ കൊണ്ടുപോയി നല്ല സെറ്റപ്പിലാണ്. ആനെ കൊണ്ട് വരി പോക്കെടുക്കാന്ന് പറഞ്ഞു ഇന്നെ കൊണ്ടുപോയി. എന്നെ നിലത്ത് നിർത്തിയില്ല, എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അവസാനം എൻ്റെ ചുവട്ടിൽ മറക്കണ്ട നമ്മളെ ചിഹ്നം നോയി. എന്നിട്ട് ഞാൻ പറയാം, പുറത്ത് നിൽക്കാം ഞങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കണ്ടാവും, നിങ്ങൾ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 10-15 ബട്ടൺ ഉണ്ട്. സ്ഥാനാർത്ഥികൾ. എനിക്കാണ് ഈ കണ്ണാടിയിലൊന്നും കണ്ടിട്ട് ക്ലിയർ ആവില്ലടോ. ഓപ്പൺ വോട്ട് ചെയ്താൽ പോരോ? ഓപ്പൺ വോട്ടിന്റെ ഞാൻ ചെയ്ത് ഓരോട് വിളിച്ച് ചോദിച്ചാൽ അതിൽ നമ്മളെ പാർട്ടി ചെയ്ത അപ്പോൾ ഓരുണ്ട്. പക്ഷേ അങ്ങനെ വിളിച്ചു പറയരുത്, അതല്ലേ ഓപ്പൺ വോട്ട്. രഹസ്യമായിട്ട് ചെയ്യുന്നല്ലേ.
ഇലക്ഷൻ എന്ന് പറയണത് ആ ഓപ്പൺ വോട്ട് എന്ന് പറഞ്ഞാൽ വേറൊരാള് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് തരും. അല്ല ഓൻ കൂടെ വന്ന് ഞാൻ ഓപ്പൺ വോട്ട് ചെയ്തു തരാന്ന് എന്നോടും പറഞ്ഞു. അവസാനം ഓൻ്റെ വിരൽ പിടിച്ചിട്ട് ഓൻ്റെ പാർട്ടിയിൽ കുത്തിക്കാനല്ലേ. അതിനെന്നെ കിട്ടൂല. അതങ്ങനെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ ചെയ്തോണ്ട് അവിടെ ചെന്നപ്പോ ഒരു 10-15 സ്വിച്ച് ഉണ്ട്. ഞാൻ കുറെ നേരം ആലോചിച്ച് ഇതിപ്പോ ഒരു പാർട്ടിക്ക് ഞാൻ കുത്തിക്കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, വിഷമാവും. പിന്നെ വേറൊരു പാർട്ടിക്ക് കുത്തി കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിക്ക് ഇഷ്ടപ്പെടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കല്ലേ നമുക്ക് കുത്താൻ പറ്റും. ഞാൻ ആർക്കും പരിഭവം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ബട്ടൺ ഉണ്ടല്ലോ സ്വിച്ച് എല്ലാത്തിലും ഓരോരോ ഞെക്ക അങ്ങോട്ട് ഞെക്കി. അപ്പം ആർക്കും പരിഭവം ഉണ്ടാവില്ലല്ലോ, സുഖമായിട്ട് അങ്ങോട്ട് ഇതായിക്കൂടെ, എല്ലാവർക്കും ഓരോരോ വോട്ടായില്ലേ. ഇനിയിപ്പോൾ അതല്ലടോ, നമ്മളിവിടെ കുത്തിന്നിട്ട് നമ്മളെ എല്ലാ സങ്കടങ്ങളും സഹിച്ചിട്ട് ഇവിടെ ഉള്ള ഒരു പാർട്ടിക്ക് നമ്മൾ കുത്തി വിചാരിച്ച ഒരു ജയിക്കുമെന്ന് വിചാരിച്ചു, ഈ പ്രാവശ്യം ഭരണത്തിൽ വന്നെന്ന് വിചാരിച്ചു, പാർട്ടി ആരും ആയിക്കോട്ടെ. പക്ഷേ കോരന് കുമ്പിൾ തന്നെയായിരിക്കും കഞ്ഞി. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക. പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും, ഒരു കുടിൽ വ്യവസായ സംരംഭം. വാട്സപ്പിൽ ഓർഡർ ചെയ്യൂ 9188685700.